ഈ രാത്രി നമുക്ക് അല്പനേരം ദൈവവചന ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ് വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മോഷ്ടിക്കാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു. മുടിക്കുവാനും അറുക്കുവാനും മോഷ്ടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നാൽ കർത്താവ് വന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകാൻ. ആർക്കായി ജീവൻ ഉണ്ടാകാൻ? അവർക്കെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നല്ല 10-ാം വാക്യത്തിൽ. ഒരുപക്ഷെ 3-4 പറയുന്ന കർത്താവിന്റെ ശബ്ദം കേട്ട് കർത്താവിനെ പിൻപറ്റുന്ന തനിക്കുള്ള ആടുകളെ, തനിക്ക് മുമ്പായി നടന്ന് കർത്താവിനെ അനുഗമിക്കുന്ന അന്യന്മാരുടെ ശബ്ദം കേൾക്കാത്ത ഒരു കൂട്ടം ജനത്തെ, അതല്ലെങ്കിൽ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിക്കുവാനും കള്ളൻ വന്ന് അങ്ങനെ തകർന്നു പോയ ഒരു കൂട്ടർക്ക്, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. ഈ മോഷ്ടിക്കുകയും കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് പാപവുമായിട്ട് ബന്ധപ്പെടുത്തിയാണെന്നുള്ളത് ഈ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിനാണ് കള്ളൻ വരുന്നത്. അതിന് പാപവുമായിട്ട് ബന്ധമുണ്ട്. ജ്ഞാനസമ്പൂർണനായിരിക്കുന്ന തിന്മയുടെ ശക്തിക്ക് കാര്യങ്ങളെ നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ചതിക്കുകയാണ് പലപ്പോഴും ശത്രു ചെയ്യുന്നത്. ആ ചതിയിൽപ്പെട്ടിട്ടാണ് ഈ മനുഷ്യർ ഈ മോഷ്ടിക്കപ്പെടാനും കൊല്ലപ്പെടാനും നശിപ്പിക്കപ്പെടാനും കാരണമാകുന്നത്. ഈ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ കവർന്നെടുക്കുക, കപടമാർഗത്തിൽ കൂടെ കൈവശപ്പെടുത്തുക. അതിന്റെ മറ്റൊരർത്ഥം എന്ന് പറയുന്നത് യഥാർത്ഥ വിലയിൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുക എന്നുള്ളതാണ്. യഥാർത്ഥ വിലയേക്കാൾ ചെറിയ വിലയ്ക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മൂല്യത്തെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാതെ മനുഷ്യനെ ചതിക്കുന്ന ഒരു പ്രവണത ഈ മോഷ്ടിക്കുന്ന തിന്മയുടെ സ്വാധീനത്തിന് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ ഈ കവർന്നെടുക്കാനും കപടമാർഗത്തിലൂടെ കൈവശമാക്കാനും ഈ യഥാർത്ഥ വിലയേക്കാൾ ചെറിയ വിലയ്ക്ക് മേടിക്കുവാനും ഒക്കെ ആയിട്ട് ശത്രു ഉന്നം വെക്കുന്നത് മനുഷ്യരെ തന്നെയാണല്ലോ. പ്രത്യേകിച്ച് രക്ഷിക്കപ്പെടുന്ന ദൈവജനത്തെ അവന്റെ അണ്ടലിൽ നിന്ന് പുറപ്പെടുന്ന വിട്ടുപോകുന്ന ഓരോരുത്തരെയും വളരെ പകയോടെ, വളരെ ചതിക്കാൻ വേണ്ടിയുള്ള പ്രവണതയോടുകൂടി ശത്രു പിൻപറ്റുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നു. എന്നാൽ കർത്താവ് പറയുന്നത് ജീവൻ ഉണ്ടാകുവാനും അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനും അത്ര ഞാൻ വന്നു. കള്ളന്റെ സകല പ്രവൃത്തിയും പാപത്തിൽ ചാലിച്ചെടുത്തതെങ്കിൽ കർത്താവിന്റെ സകല പ്രവൃത്തിയും നീതിയുള്ളതാണ്. മാത്രമല്ല അത് മാനസാന്തരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തിന്മയുടെ പിടിയിൽ അമർന്നു പോയ ഒരു മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാൻ മാനസാന്തരത്തിന്റെ ഒരു വഴിയിൽ കൂടെ വേണം നമുക്ക് യാത്ര ചെയ്യുവാൻ എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല ഈ സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാൻ വന്ന കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കാരണം ഈ തിന്മയുടെ പാതാള ഗോപുരത്തിന്റെ ഭരണകേന്ദ്രത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറയാൻ, ഞാൻ എന്റെ സഭയെ പണിയും, നിനക്കതിനെ ജയിക്കാൻ കഴിയില്ലെന്നുള്ള ഒരു വെല്ലുവിളിയോടുകൂടി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയുന്ന വെല്ലുവിളി, ഏറ്റുമുട്ടൽ മിക്കവാറും ഉണ്ടാകുന്നത് നമുക്കാണ്. നാം അത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഈ ഏറ്റുമുട്ടലുകളെല്ലാം വരുന്നത് രക്ഷിക്കപ്പെട്ട ദൈവജനത്തിനെതിരായിട്ടാണ്. അതുകൊണ്ട് നാം ആ കാര്യത്തെ തിരിച്ചറിയണം. നമുക്ക് ജീവനുമുണ്ട്, സമൃദ്ധിയായിട്ട് ജീവനുമുണ്ട്. ആ ജീവൻ നമുക്ക് വളരെ ശക്തമായി ഗ്രഹിച്ച് അതുകൊണ്ട് മുന്നേറുവാനായിട്ട് കഴിയണം. മാത്രമല്ല പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ് കർത്താവ് വന്നത്. നോക്കണം, ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും എന്ന് പറയുമ്പോൾ പിശാചിന്റെ പ്രവൃത്തി അഴിഞ്ഞില്ലെങ്കിൽ, പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അതിൽ നിന്നൊരു മോചനം പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവനും സമൃദ്ധിയായ ജീവനും എവിടെ? അപ്പം മനുഷ്യനെ ഈ പിശാച് ബന്ധിച്ചു വെച്ചിരിക്കുന്ന ആ മേഖലകളെല്ലാം അഴിച്ചവനെ സമൃദ്ധിയായ ഒരു ജീവന് വേണ്ടി നമുക്ക് നൽകുവാൻ വേണ്ടിയാണ് കർത്താവ്. അതുകൊണ്ട് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ വന്നു. മാത്രമല്ല എല്ലാ അധികാര സ്ഥാപനങ്ങളെയും പിടിച്ചടക്കിയിരിക്കുന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധർക്കം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവിന്റെ ആ പ്രവൃത്തി നിമിത്തമുള്ള ജീവനും സമൃദ്ധിയും ഒരു ദൈവവൈതലിന് അനുഭവിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് അവസരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവസരങ്ങളെല്ലാം ഈ ജീവന്റെ സമൃദ്ധിയിൽ കൂടെ അനുഭവിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നേറുവാനെന്നുള്ളത് വളരെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവാണ്. അപ്പം ഈ മോഷ്ടിച്ചും കൊന്നും നശിപ്പിച്ചും ആക്കിയിരിക്കുന്ന എല്ലാ ജനത്തെയും
അല്ലെങ്കിൽ ലോകം മുഴുവനും, ആദം മുതൽ ഇങ്ങോട്ട് താഴോട്ടുള്ള സകല മനുഷ്യരെയും ആ വിധത്തിൽ പാപത്തിന്റെ സ്വാധീനം കൊണ്ട് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന തിന്മയുടെ കടന്നുകയറ്റങ്ങളെല്ലാം മാറ്റി ഒരു സമൃദ്ധിയുടെ അവസ്ഥ കൊണ്ടുവന്നിട്ട് കർത്താവ് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമുക്ക് ക്രിസ്തുവിൽ കൂടെ ലഭിക്കുവാൻ പാകത്തിന് ഈ സമൃദ്ധി കർത്താവ് നൽകി തന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര മനോഹരമായ വിധത്തിലാണ് കർത്താവ് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനും എന്ന് പറയുമ്പോൾ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ആ ജീവന്റെ സമൃദ്ധി എത്ര ശ്രേഷ്ഠമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല, മനുഷ്യൻ ഇന്ന് പലപ്പോഴും ദൈവത്തെ ഭയമില്ലെങ്കിലും പലപ്പോഴും തിന്മയുടെ ശക്തിയെ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് പൊതുലോകത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. പലപ്പോഴും രക്ഷിക്കപ്പെട്ടവരെന്ന് അവകാശപ്പെടുന്ന ദൈവമക്കൾക്കും പിശാചിനെ കൂടുതൽ ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്: പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, അവയൊന്നും ഒരു നാളും നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല എന്നുള്ള പരമാധികാരിയായിരിക്കുന്ന കർത്താവ് നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, സമൃദ്ധിയായി തീരുവാൻ ചെയ്യുമ്പോൾ, അപ്പുറത്ത് ഈ അറുക്കുകയും മോഷ്ടിക്കുകയും മുടിക്കുകയും ഒക്കെ ചെയ്യുന്ന കള്ളനോട് അല്ലെങ്കിൽ തിന്മയുടെ ശക്തിയോട് കർത്താവ് പറയാ, എന്റെ ജനത്തെ തൊട്ടുപോകരുത്, ഇതെന്റെ മകനാണ് മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിൽ നിലനിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവിന്റെ പദ്ധതിയെ തിരിച്ചറിയാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടതുണ്ട്. കർത്താവ് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടാണല്ലോ, അല്ലെ? കള്ളൻ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട്, മോഷ്ടിച്ച് കൊന്നുമുടിച്ച് നശിപ്പിക്കുവാനായിട്ട് വരുമ്പോൾ അതിനെ പുതുക്കിപ്പണിയുവാനായിട്ട്, പിശാച് തകർത്തതിനെ നന്നാക്കിയെടുക്കുവാനായിട്ട്, രൂപമാറ്റം വരുത്തുവാനായിട്ടാണ് കർത്താവ് വന്നത്. കള്ളൻ ഇല്ലായ്മ ചെയ്യുമ്പോൾ അതിനെല്ലാം മാറ്റി ശ്രേഷ്ഠമായ ഒരു പദ്ധതിയിൽ കൂടെ മനുഷ്യനെ ഒരു ഉന്നത പദവിയിലേക്ക്, അതായത് സമൃദ്ധിയായ ജീവന്റെ പദവിയിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മുടെ കർത്താവിന് ഇഷ്ടമുണ്ട്. കർത്താവ് അത് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നാം ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരും ഞാനും, നമ്മൾ ഒരുമിച്ച് ഈ വിധത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ട, ദൈവത്താൽ സമൃദ്ധി അനുഭവിക്കുന്ന ഒരു കൂട്ടരല്ലേ? പക്ഷെ ആ സമൃദ്ധി നമുക്ക്, ആ ജീവന്റെ സമൃദ്ധി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ആത്മാവിൽ, ശരീരത്തിൽ, മനസ്സിൽ ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ കർത്താവ് നമ്മോട് കരുണ കാണിക്കുന്നില്ലേ? ആ സമൃദ്ധിയിൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിലനിൽക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ സമൃദ്ധിയെ പല വിധത്തിലും ചൂഷണം ചെയ്യുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു പ്രവർത്തിക്കുന്ന ഒരുപാട് മേഖലയുണ്ട്. കർത്താവ് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ ഉപമകളെ കുറിച്ച് പറയുമ്പോൾ നല്ല വിത്ത് വിതച്ച ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. നല്ല വിത്താണ് വിതച്ചത്, പക്ഷെ കളയും കാണായി വരുന്നുണ്ട്. അവിടെ ഈ കള കാണായി വന്നപ്പോൾ, കതിരായപ്പോൾ, ഗോതമ്പിന് കതിരായപ്പോൾ കളയും കാണായി വന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ കള പറിച്ചു കളയുവാനായിട്ട് തന്റെ യജമാനന്റെ കീഴിലുള്ളവർ ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്: അത് ഗോതമ്പ് പിഴുതു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ കള പറിച്ചു കളയേണ്ട, ഗോതമ്പ് കളയും ഒന്നിച്ചു വളരട്ടെ എന്നാണ്. ഇവിടെ തരംതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ഇടയ്ക്ക് വെച്ച് പറിച്ചു കളയുന്ന പരിപാടി അല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവിടെ നല്ലതും നല്ലതിനിടയിൽ കളയും ഈ ലോകത്തിലുണ്ട് എന്നുള്ളത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അത് ഒന്നിച്ചാണ് വളരുന്നത്. അത് തരംതിരിക്കുന്ന ഒരു സമയം വരെ, കൊയ്ത്ത് വരെ ഇത് ഒന്നിച്ചു വളരും. മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും വരുന്ന കള്ളനും ജീവന്റെ സമൃദ്ധിയിൽ ജീവിക്കുന്ന ദൈവജനവും ഇടകലർന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൽ അതിനെ മാറ്റിക്കൊണ്ടല്ല ദൈവം നമ്മെ കാത്തുപരിപാലിക്കുന്നതും നമ്മെ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നതും. അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. ആ തരംതിരിക്കുന്ന സമയം വരെ ഒന്നിച്ചു വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ മോഷ്ടിച്ചും കൊന്നും നശിപ്പിച്ചും വരുന്ന കള്ളന്റെ മനസ്സിലാകുന്ന എപ്പോഴാണെന്നറിയോ? ഈ കളയെ മനസ്സിലാകുന്ന എപ്പോഴാണെന്നറിയോ? ഗോതമ്പ് അത് കതിര് വന്നപ്പോൾ, കതിരായപ്പോൾ കളയും കാണായി വന്നു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ സമൃദ്ധിയുടെ മേഖലയിലേക്ക്, ആത്മീക സമൃദ്ധിയിലേക്ക്, ആത്മീക കൃപകളിലേക്ക്, ദൈവത്തിന്റെ പദ്ധതിയിൽ ബലപ്പെട്ട് വളരുന്ന ഒരു സമയത്തേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ മാത്രമാണ് ഈ കളയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ മോഷ്ടിക്കുന്ന തന്ത്രശാലിയായ ശത്രു നാം ഒരു ആത്മീക വളർച്ചയിൽ തന്നെ ആണെന്നുള്ള ഒരു ചതി നമ്മുടെ മേലെ പ്രയോഗിച്ചിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം നമ്മെ അടച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇവിടെ ഗോതമ്പ് കതിരായി വന്നപ്പോൾ കളയും കാണായി വന്നു എന്നാണ്. നമുക്ക് ആത്മീക ഒരു പരിധിക്കപ്പുറത്തേക്ക് ആത്മീക കണ്ണുകളെ പ്രകാശിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ കളയുടെ ഭീകരതയും കള എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. ആ കാലം വരുമ്പോൾ നമുക്ക് ഒരുപക്ഷെ കള പ്രശ്നമാകുകയില്ല. നമ്മുടെ കൂടെയാണ് നിൽക്കുന്നതെങ്കിലും
ഒരുമിച്ചാണെങ്കിലും ഈ കള നമ്മെ ശല്യം ചെയ്യാതെ വണ്ണം അതിനേക്കാൾ അപ്പുറമായി നാം ഫലം കായ്ക്കുന്ന ദൈവീക പദ്ധതിയുടെ വളർച്ചയിൽ ദിനംപ്രതി ചുവടുകളെ വെച്ചുകൊണ്ട് മുന്നേറുന്നത് കൊണ്ട് കള നമുക്ക് പ്രശ്നമല്ല. അത് കർത്താവിനെ അറിയുന്നത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കളയും ഗോതമ്പും ഒരുമിച്ച് വളരട്ടെ, തരംതിരിക്കുന്നത് വരെ വളരട്ടെ, സമയം വളരട്ടെ. തന്റെ മക്കളുടെ എല്ലാ സംരക്ഷണങ്ങളും നൽകിക്കൊടുത്തുകൊണ്ട് അവരെ 100 മേനി 30 60 മേനി ഫലം കായ്ക്കത്തക്കവണ്ണം ദൈവം വളർത്തിയെടുക്കുമ്പോൾ അതേ വയലിൽ, അതേ സ്ഥലത്ത്, ഒരുപക്ഷെ അതേ വീട്ടിൽ, അതേ കൂട്ടായ്മയിൽ, അതേ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കളയും വളരാൻ സാധ്യതയുണ്ട്. പക്ഷേ കളയ്ക്ക് ഈ ഗോതമ്പിനെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അതുവരെയും ദൈവം തന്റെ പദ്ധതി പ്രകാരം വളർത്തിക്കൊണ്ടുവരുന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന ജീവനും ജീവന്റെ സമൃദ്ധിയും ആ സമയത്ത് ഈ ഗോതമ്പിനെ ദൈവം നൽകിക്കൊടുത്തുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് അവൻ അധികമായി വളരുവാനുള്ള ദൈവകൃപയിൽ ദൈവം ആക്കി വെക്കുന്നത് കൊണ്ട് ഗോതമ്പും കളയും ഒന്നിച്ചു വളരട്ടെ. ശത്രു മുടിക്കുവാനും അറുക്കുവാനും നശിപ്പിക്കുവാനായിട്ട് വരുമ്പോഴും ഞാൻ വന്നത് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനാണ്. അതുകൊണ്ട് ആ സമൃദ്ധിയെ, ജീവന്റെ സമൃദ്ധിയെ കർത്താവ് തരുന്നതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് നമ്മൾ നേരത്തെയും കേട്ടത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലവും ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള ദൈവകൃപ തന്റെ ഭക്തന്മാർക്ക് കർത്താവ് കൊടുത്തുകൊണ്ടാണ് ഓരോ ദിവസവും കർത്താവ് നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല, ദൈവത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും മൂതലുവിന്റെ നിവാസികളെ യഹോവയ്ക്കുള്ള നമുക്കറിയാം. പക്ഷെ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. അങ്ങനെ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന വയലിൽ നല്ല ഒരു വൃക്ഷം വളർന്നു വരുമ്പോൾ, നന്നായി ഫലം കായ്ക്കുമ്പോൾ ആ സ്ഥലത്ത് അവനും ഇല്ല ഒരു അവകാശം. ദുഷ്ടന്റെ അവകാശമല്ലേ അതും? എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശത്രുവിന്റെ കേന്ദ്രങ്ങളിൽ കടന്ന്, ശത്രുവിന്റെ അധികാരങ്ങളിൽ കടന്ന് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി സ്ഥാപിച്ച ശേഷം ശത്രുവിനെ പുറത്താക്കുന്ന ദൈവ പദ്ധതിയാണ് ദൈവം തന്റെ സഭയിൽ കൂടെ, തന്റെ മക്കളിൽ കൂടെ ഇവിടെ ഈ ലോകത്തിൽ നടപ്പാക്കുന്നത്. ശത്രുവിന്റെ സകല അധികാരങ്ങളെയും അവൻ തകർത്തുകൊണ്ട് ആ സ്ഥലത്തേക്ക് ഇരച്ചു കയറുവാനുള്ള പരമാധികാരം ഈ സമൃദ്ധിയിൽ കൂടെ, ജീവന്റെ സമൃദ്ധിയിൽ കൂടെ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ട് ഓരോ ദിവസവും നമ്മെ വിജയകരമായി നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ദൈവത്തിന്റെ കരുണയിലാണ് നിലനിൽക്കുന്നത്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാലോ, ഏറ്റവും അധികം അധ്വാനിച്ചു, ഞാൻ മറ്റുള്ളവരെക്കാൾ അധികമായി അധ്വാനിച്ചു, പക്ഷെ ഞാനല്ല, എന്നോട് കൂടിയുള്ള ദൈവകൃപയത്രേ. ആ ദൈവകൃപയിൽ നിൽക്കുന്നിടത്തോളം കാലം ഇവിടെ ഈ സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോഴും ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട്, അല്ലെ ദൈവം തന്റെ ഭക്തന്മാരുടെ കരം പിടിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് ശത്രുവിന്റെ കോട്ടകളെ ഇടിച്ച് ഭേദിച്ച് അകത്ത് കയറി ദൈവ പദ്ധതിയെ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ജീവന്റെ സമൃദ്ധി, അല്ലെ സമൃദ്ധിയാ ജീവൻ ദൈവം നമുക്ക് തരുന്നത്. അവിടെ ശത്രുവിന് നമ്മളെ പ്രകരമേൽപ്പിക്കുവാൻ, മുറിവേൽപ്പിക്കുവാൻ, തകർക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ കഴിയില്ല. ദുഷ്ടന്റെ അധീനതയിലൊക്കെ ആണെങ്കിലും നാം ദൈവത്തിന്റെ ഭാഗത്താണ്, ദൈവമക്കളാണ്. നമ്മെ ഇവിടെ നിന്ന് ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിച്ച് പുതനായ കർത്താവിന്റെ രാജ്യത്തിലാക്കി വെച്ചതുകൊണ്ട് അവിടെ ശത്രുവിന് അവകാശമില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പിശാചിന്റെ പ്രവൃത്തികൾ അഴിക്കുവാനാണ് ദൈവോത്തരം വന്നത്. ആ പ്രവൃത്തി അഴിഞ്ഞവരാണ് ആത്മാവിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനാണ് നമ്മുടെ കർത്താവ് വന്നിരിക്കുന്നത് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നുവല്ലോ. ദൈവം തന്റെ സഭയ്ക്ക് നൽകിയതെല്ലാം കാൽവരിയിൽ കൂടെയാണെന്ന് ചിന്തിക്കണം, നാം മനസ്സിലാക്കണം അത്. അല്ലെങ്കിൽ ക്രൂശിൽ കൂടെയാണ് കർത്താവ് തന്റെ സഭയ്ക്ക് സകല അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നത്. സ്വർഗത്തിന്റെ കിളിവാതിൽ തുറക്കുന്നത് ക്രൂശിന്റെ മുകളിലാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് ദൈവം സ്വർഗത്തിലെ എല്ലാ നന്മകളും നമുക്ക് നൽകി തരുന്നത്. അവിടെ നിന്ന് ലഭിക്കാത്തതെല്ലാം നമ്മൾക്ക് ഒഴിവാക്കാനായിട്ട് മനസ്സ് വേണം എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ്. കർത്താവിന് ഇഷ്ടമില്ലാത്തത്, അല്ലെ, ഈ നയമാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് സാധനമൊക്കെ കൊണ്ടുവന്നെങ്കിലും ഏലീശാ പ്രവാചകൻ അതൊന്നും ആവശ്യമായിരുന്നില്ല, തനിക്കത് പ്രശ്നമേ ആയിരുന്നില്ല. തേരും തേരാളുകളെയും കൊണ്ട് തനിക്ക് ആവരണം ചെയ്തിരിക്കുന്ന തന്റെ ചുറ്റും നിൽക്കുന്ന വലിയ ദൂത സഞ്ചയത്തെയൊക്കെ കാണുന്ന ഏലീശയ്ക്ക് അല്പം പൊന്നും ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതെത്ര ലോഡ് കണക്കിനുണ്ടെങ്കിലും പ്രശ്നമല്ല. അതുകൊണ്ട് ദൈവം തന്റെ സഭയ്ക്ക് നൽകിയതെല്ലാം കാൽവരിയിൽ കൂടെയാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ കൂടെയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ലഭിക്കാത്തതൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കണം. ഈ ശത്രു മോഷ്ടിച്ചും കൊന്നും നശിപ്പിച്ചും വെക്കുമ്പോൾ ദൈവഹിതമല്ലാത്തതിനകത്തേക്ക് മനുഷ്യനെ ചാടിച്ച് അവനെ മലീമസമാക്കി അവനെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയും കൂടെ മനുഷ്യനറിയാതെ ശത്രു ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാൻ സമൃദ്ധി ഉണ്ടാകുവാനാണ് വന്നതെങ്കിൽ ശത്രുവിന്റെ സമൃദ്ധിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളെ കൂടെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. പലവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തതിൽ അധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന്. അതൊരിക്കലും വചനവിരുദ്ധമായിട്ടൊരു കാര്യമല്ല.
കാൽവരിയിലില്ലാത്ത ഒരു കാര്യവുമല്ല. കാൽവരിയിൽ കൂടെ സഭയ്ക്ക് ആവശ്യമായതെല്ലാം കർത്താവ് നൽകി തന്നിട്ടുണ്ട്. അതിന് പുറത്തുള്ളതൊന്നും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്ന വിധത്തിലല്ല തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവം തന്റെ സഭയ്ക്ക് നൽകിയതെല്ലാം കാൽവരിയിൽ കൂടിയാണ്, പുത്രനിൽ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് പുറത്തു വരുന്നതിനെ നമുക്ക് ത്യജിച്ചു കളയുവാനായിട്ട്, ധൈര്യം കാണിക്കുവാനായിട്ട് കഴിയണം. അല്ലെങ്കിൽ നമ്മെ ശത്രു മോഷ്ടിക്കുന്ന ആ സ്ഥലങ്ങളിലാണ്, അല്ലെങ്കിൽ ആ മേഖലകളിലാണ് നമ്മുടെ യാത്ര എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ സക്കായി എന്ന് പറയുന്ന ഒരു കൊച്ചു മനുഷ്യൻ, ആ മനുഷ്യൻ യേശുവിനെ ഒന്ന് കാണണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായി. പക്ഷെ തനിക്ക് ഈ ശത്രു മോഷ്ടിച്ചിട്ടെല്ലാം നഷ്ടപ്പെട്ടവനാണ്. തനിക്ക് ശത്രു കവർന്നിട്ട് തന്റെ ആ ശരിയായ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. യേശുവിനെ ഒന്ന് കാണണം. പക്ഷേ വളർച്ചയിൽ കുറിയനായതുകൊണ്ട്, പൊക്കമില്ലാത്തത് കൊണ്ട് ആൾക്കൂട്ടത്തിൽ യേശുവിനെ കാണാൻ കഴിയാത്ത സക്കായി യേശു വരുന്ന സ്ഥലം മനസ്സിലാക്കി മുമ്പേ ഓടി ഒരു മരത്തിൽ കയറി ഒളിച്ചതായി നമുക്കറിയാം. ഒരു കാട്ടത്തിയിൽ കയറി ഒളിച്ചു. തന്റെ ആഗ്രഹം യേശുവിനെ ഒന്ന് കാണണം. പക്ഷേ നാം അങ്ങനെ ഒരു വാക്ക് പറയുമ്പോഴും സക്കായിക്ക് അതിനപ്പുറമായി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലാണല്ലോ അത്. അതുകൊണ്ട് സക്കായി യേശുവിനെ കാണാനായിട്ട് കാട്ടത്തിമേൽ കയറിയിരുന്നു. കർത്താവ് ആ വഴിക്ക് വരികയായിരുന്നു. കർത്താവ് അവിടെ വന്ന് സക്കായിയെ ഒന്ന് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ. നോക്കണം, നടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ മുഖം എത്ര വ്യക്തമായിരിക്കും. പക്ഷേ സക്കായിക്ക് യേശുവിന്റെ മുഖം ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ, അല്ല ഒരു ദിവസം സക്കായിയുടെ കൂടെ ജീവിക്കുവാൻ കർത്താവ് പ്ലാൻ ഇട്ടപ്പോൾ ആ മരത്തിന്റെ കീഴിൽ വന്നിട്ട് സക്കായി നോക്കിക്കൊണ്ട് വരാം, സക്കായി നീ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ കൂടെ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകും. നോക്കണം, ഇവിടെ മോഷ്ടിച്ചും അറുക്കും നശിപ്പിച്ചും മുടിച്ചു കളഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാ സക്കായി. ശത്രുവിന്റെ പ്രഹരമേറ്റ് ശത്രുവിന്റെ പിടിയിലമർന്ന് ഒരിക്കൽ പോലും ജീവന്റെ സമൃദ്ധിയിലേക്ക് വരാൻ കഴിയാതെ, കർത്താവ് വിഭാവനം ചെയ്യുന്ന സമൃദ്ധിയിലേക്ക് വരാൻ കഴിയാതെ വേദനിച്ച ഉള്ളവുമായി നിൽക്കുന്ന സക്കായിയോട് ദൈവത്തിന്റെ മനസ്സലിവ് കരുണ തോന്നിയപ്പോൾ അവിടെ വന്ന് സക്കായിയുടെ മുഖത്ത് നോക്കി വിളിച്ച് പുറത്തിറക്കുമ്പോൾ, താഴെ ഇറക്കുമ്പോൾ കാണികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സമൂഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ പാപിയായ മനുഷ്യനോട് കൂടെ പാർക്കാൻ പോകുന്നു. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, സക്കായി ധൃതി പിടിച്ച് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ സക്കായി മാനസാന്തരപ്പെട്ടിരുന്നു. കർത്താവിന്റെ ഒരു നോട്ടത്തിൽ നാളുകളായി തന്റെ ഉള്ളിൽ വെച്ച് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന സക്കായി ആ ഒറ്റ കാഴ്ചയിൽ തന്നെ സക്കായിക്ക് മാറ്റം വന്നു. സക്കായി പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ഇന്ന് ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങി തിരിച്ചു കൊടുത്തുകൊള്ളാം. ഇവിടെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. നീയും അബ്രഹാമിന്റെ മകനാണ്. നീ ശരിയായി ഇപ്പോഴാണ് അബ്രഹാമിന്റെ മകനായത്. മാത്രമല്ല, നീ കാണാതെ പോയവനാണ്. ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, നോക്കിയേ, കർത്താവ് വന്നത് സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനാണെങ്കിൽ ഇന്ന് വരെ സക്കായിക്ക് അനുഭവിക്കാൻ കഴിയാത്ത, ശത്രു തകർത്ത് കളഞ്ഞ, മോഷ്ടിച്ചു കളഞ്ഞ, കൊന്നുകളഞ്ഞ, നശിപ്പിച്ചു കളഞ്ഞ, അവിടെ ഒരിക്കൽ പോലും ഒരു രണ്ടാമതൊരു പണിക്ക് സാധ്യതയില്ലാതെ വണ്ണം ശത്രു വിജയിച്ചു എന്ന് പറഞ്ഞ് ആ വിജയപേരി മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ഒരു ഒറ്റ നോട്ടത്തിൽ സക്കായിൽ വന്ന മാറ്റം അതാണെങ്കിൽ, കർത്താവ് ഞാൻ വന്നത് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയ ജീവൻ ഉണ്ടാകുവാനാണ്. ആർക്ക്? ശത്രുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന, നിരാശയിൽ കഴിയുന്ന, എല്ലാം തകർന്നു പോയ, എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ള, വേദനയോടുകൂടി നിൽക്കുന്ന ഏതൊരു മനുഷ്യനും തേടി വരുന്ന സ്നേഹത്തിന്റെ ആ പൂർണ്ണത നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഞാൻ വന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനാണ്. അതുവരെ ഈ ശത്രുവിന്റെ അണ്ടറിലായിരുന്ന സക്കായി ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് കർത്താവിന്റെ ഭാഗത്തേക്ക് മാറി നിന്നു. അവിടെ കർത്താവ് എന്നേരം പറയാം, ഇവനും കാണാതെ പോയവനാണ്. ശത്രുവിന്റെ ഒരു പ്രത്യേക അടവാണല്ലോ ഈ കാണാതെ കൊണ്ടുവെക്കുക. നമ്മെ പാപം ചെയ്യിക്കുകയും ആ പാപത്തെ ഗൗരവമായി കാണാൻ കഴിയാതെ നമ്മെ തകർക്കുകയും ചെയ്യുന്ന ശത്രുവിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ വളരെ അധികമായി ഈ കാലഘട്ടത്തിൽ ദൈവസഭകളിൽ, കൂട്ടായ്മകളിൽ അതിന്റെ ആഴമായി വേരിറങ്ങി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ നാം ഫലം കായ്ക്കുമ്പോൾ മാത്രമാണ്, ഗോതമ്പ് അതിന് കതിര് വരുമ്പോൾ മാത്രമാണ് കളയെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയുന്നുള്ള സത്യം നാം മനസ്സിലാക്കണം, മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ വളരെ ആത്മാർത്ഥതയോടെ ദൈവഭാഗത്തേക്ക് മാറി നിന്നപ്പോൾ ശത്രുവിന്റെ സകല പദ്ധതികളും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാണ്. കർത്താവ് ഈ സമൃദ്ധി ആ സക്കായിയുടെ മേലും പകർന്നില്ലേ? അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മെ എത്രമാത്രം കർത്താവ് സ്നേഹിക്കുന്നു. നമുക്ക് ഈ സമൃദ്ധി മതിയോ? ഇനി നമുക്ക് വളരണ്ടയോ? ഇനി നമുക്ക് വലുതാകണ്ടയോ? ഇനി നമുക്ക് കർത്താവിന് ഉയർത്തേണ്ടയോ? അതെല്ലാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരണ്ടയോ? ഇതെല്ലാം നമുക്ക് ഈ ജീവന്റെ സമൃദ്ധിയിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാനായിട്ട് കഴിയൂ എന്നുള്ള കാര്യം കൂടെ നാം മനസ്സിലാക്കണം. ഇവിടെ വീണ്ടും ഈ ശത്രുവിന്റെ പിടിയിൽ നിന്ന് കർത്താവ് വിടുവിക്കുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ നമ്മൾ ധൂർത്തപുത്രൻ എന്ന് പറയുന്ന മനുഷ്യൻ, ആ നല്ല ഒരു അപ്പന്റെ മകൻ, നല്ല കുലീനനായ ഒരു അപ്പന്റെ മകൻ, നല്ല മാതൃകയോടെ ജീവിപ്പിച്ച് മക്കളെ വളർത്തിക്കൊണ്ടുവന്ന ഒരു അപ്പന്റെ മകൻ, സമ്പൽ സമൃദ്ധിയുടെ മേഖലയിൽ ജീവിച്ചു വന്ന ആ മകൻ, എന്തിനോ അവന്റെ ഉള്ളിൽ കടന്നുകൂടിയ കുറെ ലോകമയത്വങ്ങളും ജഡീക സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു.
തന്റെ വളർച്ചയിൽ അരുതാത്തത് താൻ ചെയ്തു. താൻ അപ്പനോട് പറയുന്നുണ്ട്, അപ്പ എനിക്ക് വരേണ്ട വസ്തുവകയിൽ. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിയമമല്ലേ അത് കറക്റ്റ് അല്ലേ, ശരിയല്ലേ എന്നൊക്കെ നമ്മൾ മാനുഷികമായിട്ട് പറയുമ്പോൾ ഇത് തന്നെയല്ലേ ഇവനും പറഞ്ഞത്. എനിക്ക് വരാനുള്ള വസ്തുവകയിൽ എന്റെ വീതം, എനിക്ക് അവകാശപ്പെട്ടത് നീ എനിക്ക് തരണം. ഇത് ശത്രുവിന്റെ കെണിയല്ലേ? കർത്താവിന്റെ ആ നിയമത്തിന് പുറത്തല്ലേ അത്? നമ്മൾ നിയമം എന്ന് പറയുമ്പോൾ ശത്രുവിനെ മോഷ്ടിച്ചില്ലേ, ഇവനെ കൊന്നില്ലേ, ഇവനെ അറുത്തു കളഞ്ഞില്ലേ, ഇവനെ നശിപ്പിച്ചില്ലേ? ഇവൻ ആ പൈസയും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് പോയി ദുർനടപ്പുകാരനായി ജീവിച്ചു. അപ്പനോ വീട്ടുകാരോ അറിയാതിരിക്കാൻ ഇവൻ ഓർത്തു ഇതാണ് ജീവിതം എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ആ നല്ല അപ്പൻ വളർത്തിക്കൊണ്ടുവന്ന വഴി ഒരുപക്ഷെ ബാല്യത്തിലെ പഠിപ്പിച്ച വഴി അവന്റെ സങ്കട സമയത്ത് അവന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ആ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അപ്പ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു പോയി. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു ജീവൻ സമൃദ്ധിയൊക്കെ മാനസാന്തരവുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഈ മോഷ്ടിക്കുക, നടക്കുക, കൊല്ലുക എന്നുള്ളതെല്ലാം പാപവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ ഈ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞു പറയുന്ന ഒരു കാര്യമുണ്ട്, ദൂരദേശത്തേക്ക് പോയി ദുർനടപ്പുകാരനായി ജീവിച്ച് എല്ലാം നഷ്ടപ്പെട്ടവനായി ഭക്ഷണം കഴിക്കാനായിട്ട് കഴിവില്ലാതെ വന്നപ്പോൾ അവന് സുബോധം വന്നു. അവൻ പറയാ, ഞാൻ അപ്പ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഈ പാപം ചെയ്ത മനുഷ്യനെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സാഹചര്യം നിങ്ങൾ നോക്കിക്കേ. ഈ ശത്രുവിന്റെ പിടി പതുക്കെ അയ്യാൻ തുടങ്ങി. അവന് സുബോധം വന്നു എന്ന് പറയുന്നത്, അല്ലെ? സുബോധം വന്നു. അവൻ ദൈവത്തോടും അപ്പനോടും ഏറ്റു പറഞ്ഞു. ഈ സമയത്ത് അവന് സമൃദ്ധി പതുക്കെ വരാൻ തുടങ്ങി. അവനിലേക്ക് ഈ അന്ന് വരെ മറയ്ക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിരുന്ന സമൃദ്ധിയുടെ വളർച്ച അവനിലേക്ക് വന്നു. അവന്റെ ഒരു ആഗ്രഹം, വളരെ ദുഃഖകരമായ ഒരു കാര്യമുണ്ട് അവിടെ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവന്റെ ആഗ്രഹം എന്തെന്നറിയുമോ? ഇനി നിന്റെ മകനെന്ന് വിളിക്കാൻ യോഗ്യനല്ല, പിന്നെ എന്നെ എന്താക്കണം? ഒരു കൂലിക്കാരനാക്കണം. പ്രിയമുള്ളവരെ, ആ അപ്പന്റെ ആ ശ്രേഷ്ഠമായ കുടുംബത്തിന്റെ മൂല്യം നിങ്ങൾ നോക്കിയേ. അവിടുത്തെ ഒരു കൂലിക്കാരൻ എത്ര ശ്രേഷ്ഠനാണെന്ന് നോക്കിയേ. അത്ര മാതൃകപരമായി വളർത്തിക്കൊണ്ടുവന്ന ഈ വീട്ടിൽ പോലും ശത്രു തന്റെ കെണികളെ ഒരുക്കിയില്ലേ, ഈ ചതി പ്രയോഗിച്ചില്ലേ. ആ മനുഷ്യൻ അത്രമാത്രം വേദനിച്ചു പറയാം, ഇനി നിന്റെ മകനെന്ന് വിളിക്കാനൊന്നും എനിക്ക് യോഗ്യതയില്ല, പക്ഷെ നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ കാണണമേ. ഇത് വളരെ വേദനിക്കുന്ന രംഗമാണ്. അവന്റെ ഏക ലക്ഷ്യം ഇപ്പം ഭക്ഷണം കഴിക്കണം. ആ അപ്പന്റെ വീട്ടിൽ കൂലിക്കാരൻ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ കൂലിക്കാരിലെ പോലെ ഒരുവനെ പോലെ എന്നെ ആക്കണം. ഇതാണ് ശത്രു തകർത്തെറിഞ്ഞ ഒരു മനുഷ്യന്റെ സാഹചര്യമെങ്കിൽ ആ അപ്പൻ ആ വാക്കിനെ കൈക്കൊള്ളാതെ അവനെ മകനായി സ്വീകരിച്ചുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾ, മൂത്ത മകൻ വരുമ്പോഴൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, അല്ലേ? അറുക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും അല്ലാതെ, മോഷ്ടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പൻ ഇതാ പറയുന്നത്, നിന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു എന്നാ പറയുന്നത്. നിന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ഇവനെ കാണാതെ പോയിരുന്നു, അത് മോഷ്ടിച്ചതാണ്. ശത്രു ചെയ്തു വെക്കുന്ന ചതിയുടെ മണ്ഡലങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോൾ കർത്താവ് പറഞ്ഞ ഉപമകളും കർത്താവ് പറഞ്ഞ കാര്യങ്ങളും എത്ര ആഴമായിട്ടാണ് ശത്രു ഇതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ നിന്റെ സഹോദരൻ മരിച്ചവനായിരുന്നു, അവൻ കാണാതെ പോയിരുന്നു, അത് കണ്ടുകിട്ടിയിരിക്കും. അതുകൊണ്ട് നാം സന്തോഷിക്കുകയാണ്. ഇതാണ് അപ്പന്റെ ഭാഗം. എത്ര അപ്പന് സ്വത്തല്ല ഇവിടുത്തെ പ്രശ്നം, അപ്പൻ ഏതെങ്കിലും വസ്തുവകയല്ല ഇവിടുത്തെ പ്രശ്നം, മകനാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെലവിട്ടത് നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ആണോ? ഒരിക്കലുമല്ല. നമുക്ക് വേണ്ടിയല്ലേ? അത് ജീവൻ ഉണ്ടാകുവാനാണ്, സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാൻ. ഇത് കർത്താവിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ സമൃദ്ധി, ജീവന്റെ സമൃദ്ധി കർത്താവിൽ നിന്ന് മാത്രമാണ്. ഇത് കാൽവരിയിൽ നിന്ന് മാത്രമാണ്, മറ്റൊരു വഴിക്ക് നിന്ന് വരുന്ന സംഗതിയല്ല ഇതെന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഏതെങ്കിലും ഭൗതികമായി ഇത് ബന്ധപ്പെട്ടു പോകാൻ കഴിയില്ല. കാൽവരിയിൽ കർത്താവ് ഒഴുക്കിയ രക്തം അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ നിത്യജീവന് വേണ്ടിയാണ്. ശത്രുവിന്റെ സകല പദ്ധതികളെ തകർക്കുന്നതാണ്. നമ്മെ തളച്ചിട്ടിരിക്കുന്ന അന്ധകാര നിബിഡമായ മേഖലയിൽ നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. ശത്രുവിന്റെ തലയെ തകർത്തവനാണ് നമ്മുടെ കർത്താവ്. നമുക്ക് നഷ്ടമായതിനെ തിരിച്ചു തരുവാൻ, നമുക്ക് നഷ്ടമായതിനെ തിരിച്ചു തന്ന് നമ്മെ തിരികെ മറ്റു പദവിയിലേക്ക്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ മകനെന്നുള്ള പദവിയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ അതിശക്തമായിരിക്കുന്ന പ്രവൃത്തിയാണ് കർത്താവ് കാൽവരിയിൽ ചെയ്തതെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് നിന്റെ കൂലിക്കാരിൽ ഒരാളെ പോലെ എന്നെ കണ്ടാൽ മതി. ഞാൻ വിശപ്പ് കൊണ്ട് മരിക്കുന്നു, അത് സഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അത് ചിന്തിച്ചപ്പോഴാണ് നോക്കിയ സുബോധം വന്നപ്പോൾ. ഈ സുബോധം വരാത്ത എത്രയോ ആൾക്കാർ ഇന്നും ദൈവസഭകളിൽ നിലനിൽക്കുന്നില്ലേ? യാതൊരു തെറ്റിനെ കുറിച്ചും ബോധം വരാതെ, എന്തു പറഞ്ഞാലും കുറ്റം മനസാക്ഷി കുത്തില്ലാതെ, എന്ത് ചെയ്താലും ഇല്ലാതെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഒരുപക്ഷെ എപ്പോഴും ആകാം, ആ സമയത്ത് നമ്മൾ എത്രമാത്രം ഗൗരവത്തോടുകൂടി ഈ കാര്യങ്ങളെ മനസ്സിലാക്കണം എന്ന് നാം തന്നെ തിരിച്ചറിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കൊരു ആത്മീക വർധനയിലേക്ക് നമ്മെ കർത്താവ് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്.
ഈ ശത്രു മോഷ്ടിച്ചത്, അറുത്തത്, തകർത്തത്, ഇതിനെയെല്ലാം കൂടെ കർത്താവ് ശരിയാക്കിയെടുക്കുന്നു, രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. ഉന്നതന്മാരായാലും കുലീനന്മാരായാലും സാധാരണക്കാരായാലും എല്ലാവരെയും ശത്രു ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിലെ ഏത് ജനത്തെ, ബുദ്ധിമാനെയും സയന്റിസ്റ്റിനെയും ഡോക്ടേഴ്സിനെയും, ഈ ലോകത്തിൽ എന്ത് വലിയ കണ്ടുപിടുത്തം നടത്തുന്ന ബുദ്ധിമാന്മാരെ ഒക്കെ ശത്രുവിന്റെ നിഷ്പ്രയാസം അവർക്ക് കീഴ്പ്പെടുത്തി വെക്കാൻ കഴിയും. അത് ശത്രുവിന്റെ തന്ത്രപരമായ ഒരു നീക്കമാണ്. എന്നാൽ ഇതറിയുന്നത് വളരെ സാധുക്കളായ ഒരു കൂട്ടരെ, വലിയവരില്ലെന്നല്ല ഞാൻ പറഞ്ഞു, എല്ലാ കൂട്ടത്തിലും ഉണ്ട്. പക്ഷെ ശത്രു എല്ലാവരെയും ഒരുപോലെ കീഴ്പ്പെടുത്തി വെക്കുന്നു. അവന്റെ ജ്ഞാനം കൊണ്ട്, അവന്റെ ചതി കൊണ്ട്, അവന്റെ തന്ത്രം കൊണ്ട് നമ്മെ മോഹിപ്പിച്ച്, നമ്മെ തെറ്റിദ്ധരിപ്പിച്ച് ഒക്കെ നമ്മെ കുടുക്കിലാക്കി വെക്കുന്ന പ്രവണതയുണ്ട്. ഈ 38 കൊല്ലം കുളത്തിന്റെ കരയിൽ കിടന്ന ഒരു മനുഷ്യനോട് കർത്താവ് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നോക്കി, ഈ 38 കൊല്ലം ഈ കുളത്തിന്റെ കരയിൽ കിടക്കുന്ന ഈ മനുഷ്യനെ ആ കാലയിലും കയ്യിലും പിടിച്ച് വലിച്ചൊന്നും ആ കുളത്തിലിടാൻ ഈ 38 വർഷമായിട്ട് നാട്ടുകാർക്ക് തോന്നിയില്ലല്ലോ. ഇനി അവിടെ എന്തെങ്കിലും സംഭവം നടക്കുന്നുണ്ടോ? ഉണ്ടേലും ഇല്ലേലും ഇത്രയും കാലമായില്ലേ ഇവൻ കിടക്കുന്നേ, എന്നാൽ ഞാൻ അടുത്ത കൊല്ലം ചാടാം, എനിക്ക് അത്രയും കുഴപ്പമില്ലല്ലോ, ഇവനെ എടുത്ത് വെള്ളത്തിലിടാൻ ആർക്കും ചിന്തിച്ചോ? ഇല്ലല്ലോ. ഈ 38, നിങ്ങൾ ചിന്തിച്ചു നോക്കിയ 38 കൊല്ലം ഒരേ കുളത്തിന്റെ കരയിൽ കിടന്ന ആ മനുഷ്യന്റെ എക്സ്പീരിയൻസ് എന്തായിരിക്കും? ആ നാട്ടിലുള്ള അവിടെ വന്നു പോകുന്ന സകല മനുഷ്യനറിയാം. പക്ഷെ ഈ മനുഷ്യരൊന്നും അവരെ കൈകാര്യം ചെയ്തില്ല. ആ സാധുവായ മനുഷ്യരോടൊന്ന്, സാധു എന്ന് പറയുന്നതിൽ ഇല്ലാത്തതുകൊണ്ട് തോന്നില്ല. പക്ഷെ കർത്താവ് അടിച്ചിട്ട് അവരോട് ചോദിക്കും, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇവിടെ മോഷ്ടിച്ചില്ലേ ശത്രു, അറുത്തില്ലേ, കൊന്നില്ലേ, നശിപ്പിച്ചില്ലേ, 38 വർഷം തന്നെ പോയില്ലേ? താനിപ്പോ ഒരു വയോധികനായിരിക്കുമോ, അതോ തന്റെ കുഞ്ഞിലെ തൊട്ട് അവിടെ ആണോ? നമുക്കറിയില്ല. പക്ഷെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഇതിലും അധികമായത് ഭവിക്കാതിരിക്കാൻ ഇനി മേലിൽ പാപം ചെയ്യരുത്. നമ്മൾ ചിന്തിക്കുന്ന അപ്പുറമാണത്. സൗഖ്യമാക്കാൻ കർത്താവിന് ഇഷ്ടമുണ്ട്. പക്ഷേ ആ പാപത്തിന്റെ പരിണിത ഫലമാണോ ഇവന്റെ അവസ്ഥ? എന്തായാലും കർത്താവിനോട് കരുണ കാണിച്ചിട്ട് പറയാം, ഞാൻ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനാണ് വന്നത്. അതുകൊണ്ട് നീ മാനസാന്തരപ്പെടണം, നീ പാപം ചെയ്യരുത്. അവന്റെ ആ സമൃദ്ധി, കർത്താവിന്റെ സമൃദ്ധി ആ ബലഹീനനായ മനുഷ്യന്റെ മേലെ പകർന്നപ്പോൾ അവൻ ചാടിയടിയിട്ടു. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുപക്ഷെ ഈ മനുഷ്യനെ പോലെ കുളക്കരയിലൊന്നും കിടക്കണ്ട. ആത്മീകമായി നമുക്ക് ചില മുടന്തൻ ആ സ്വഭാവങ്ങളില്ലേ, വൈകല്യങ്ങളില്ലേ, വളർച്ചയില്ലായ്മയില്ലേ, ായ്മകളില്ലേ, ഇങ്ങനെ പലതും ഉള്ളവരല്ലേ നമ്മളും. അതുകൊണ്ട് നമുക്ക് ഒരു മാറ്റം ആവശ്യമില്ലേ? ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആ മനുഷ്യനെ കർത്താവ് സമൃദ്ധി നൽകി. ഈ 12 വർഷം രക്തസ്രവമായിട്ട് നടന്ന സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊടണം. നോക്കണം, ഇവിടെ ശത്രുവിന്റെ ആ കാര്യം മറന്നു പോകരുത്. അങ്ങനെ കർത്താവിനെ തൊട്ടു, ആ സ്ത്രീക്ക് സൗഖ്യം വന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ നമുക്കത് വായിക്കാനായിട്ട് കഴിയുവേ. ലൂക്കോസ് അതിനെക്കുറിച്ച് പറഞ്ഞാൽ ആരാലും സൗഖ്യം വരുത്താൻ കഴിയാത്ത ഒരു സ്ത്രീ എന്നാണ്. ആരാലും എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശത്രു കീഴ്പ്പെടുത്തി വെച്ചു, ആരാലും സൗഖ്യം വരുത്താൻ കഴിയാത്ത ഒരു സ്ത്രീ. എന്നാൽ മർക്കോസിനെ കുറിച്ച് പറയുന്നത് വൈദ്യന്മാരാൽ ഏറെ ഒന്ന് സഹിച്ച ഒരു സ്ത്രീ എന്നാണ്. പക്ഷേ രക്തസ്രവം, യേശുവിനെ തൊട്ടപ്പോൾ രക്തസ്രവം നിന്നു, അവിടെ ശരീരത്തിൽ സ്വസ്ഥത അനുഭവിച്ചു. അതിനു മുമ്പായിട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞു, ബാധ ഒഴിഞ്ഞു എന്നാ പറഞ്ഞേ. അപ്പൊ ഈ മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ചില കേസുകെട്ടിൽ ആ വിധത്തിൽ അവനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി മറ്റൊരു കുടുക്കിൽ മറ്റൊരു ബന്ധനത്തിലാക്കി വെക്കുന്നുണ്ട്. അപ്പം ഈ ശത്രു മോഷ്ടിക്കുക, അറുക്കുക, കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ നശിപ്പിച്ചു കളയാതെ, രൂപപ്പെടുത്താൻ കഴിയാതെ, മനുഷ്യർക്ക് രൂപമാറ്റം വരുത്താൻ കഴിയാതെ, ആ പുനർസൃഷ്ടി നടത്താൻ കഴിയാതെ ഏറ്റവും മലീമസമായ അസ്വസ്ഥമാക്കുന്ന ഒരു അവസ്ഥയിൽ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ മോഷ്ടിക്കുക, അല്ലെങ്കിൽ ഈ കൊല്ലുക, നശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. വൈദ്യന്മാർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. സമ്പത്ത് മേടിച്ചവർ ചികിത്സിക്കുന്നല്ലാതെ അവർക്ക് മാറ്റം വരുത്താൻ കഴിയുന്നില്ല. പക്ഷേ കർത്താവിനെ വിശ്വാസത്തോടെ തൊട്ടപ്പോൾ ആ വ്യക്തിയിൽ വന്ന മാറ്റം എത്ര ശ്രേഷ്ഠമാണ്. ഞാൻ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനാണ് വന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ബാധ മാറി അവർ സ്വസ്ഥത അനുഭവിച്ചു. ഈ നമ്മുടെ മർക്കോസിന്റെ സുവിശേഷത്തിലെ ഈ ലഗ്യോന്റെ കാര്യം പറഞ്ഞു വരുമ്പം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ലഗ്യോന് വേണ്ടി ആര് പ്രാർത്ഥിച്ചു, ആര് ഉപവസിച്ചു? ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ കരഞ്ഞിട്ടുണ്ടോ തന്റെ കുടുംബ മാതാപിതാക്കളൊക്കെ? എന്തായാലും ഈ ശവക്കല്ലറകളിൽ വസിച്ചു വരുന്ന, ഒരു തരത്തിലും ബന്ധിക്കാൻ കഴിയാത്ത വിലങ്ങുകളും ചങ്ങലുകളൊക്കെ ഉരുമി ഒടിച്ച് പൊട്ടിച്ച് നടക്കുന്ന, അതിലേറ്റവും വേദന നോക്കിയ സ്വന്തം ശരീരം കല്ലുകൊണ്ട് ചതച്ച് നടക്കുന്ന, കല്ലറകളിൽ നിന്ന് അലറി വിളിച്ചു നടക്കുന്ന, ആർക്കും അങ്ങോട്ട് പോകാൻ കഴിയാതെ ഉപദ്രവകാരിയായ ലഗ്യോൻ ബാധിച്ച മനുഷ്യനെ തേടി കർത്താവ് ഒരു രാത്രി അങ്ങോട്ട് യാത്ര ചെയ്ത് പോകുന്നുണ്ടല്ലേ. പിശാചിന്റെ പ്രവൃത്തികളിലേക്ക് ദൈവപുത്രൻ വന്നു. ആർക്കും വേണ്ടാതിരുന്ന മനുഷ്യനെ
എല്ലാരാലും അവഗണിക്കപ്പെട്ട, ആർക്കും സൗഖ്യമാക്കാൻ കഴിയാത്ത, ആർക്കും വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒന്ന് ക്രമീകരിക്കാൻ കഴിയാത്ത അത്രത്തോളം ഭീകരമായ, ഭീഭത്സമായ, ദുഃഖകരമായ മനുഷ്യനെ തേടി കർത്താവ് പോകുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്: മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനുമാണ്. ആ ജീവന്റെ സമൃദ്ധിയുമായി ആ സുബോധമില്ലാത്ത മനുഷ്യന്റെ അടുത്തേക്ക് കർത്താവ് യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോൾ ആ മനുഷ്യൻ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കറിയാലോ. നീ ആരാണെന്നൊക്കെ എനിക്കറിയാം, എന്നെ ഈ പന്നിക്കൂട്ടത്തിലൊക്കെ ഒന്ന് വിട്ടാൽ മതി, എന്നെ പാതാളത്തിലേക്ക് പോകാൻ അനുവദിക്കരുത്. നോക്കണേ പ്രിയമുള്ളവരെ, ഈ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ അവസ്ഥ നോക്കിയേ. 6000-ലധികം അല്ല, എത്രയോ ഒന്നിലധികം ഭൂതങ്ങളുണ്ടല്ലോ. ആ മനുഷ്യന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു, ദുഃഖകരമായിരുന്നു. ആ മനുഷ്യനെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ കർത്താവ് അവിടെ തേടിപ്പോവാ. ഞാൻ വന്നത് ജീവൻ ഉണ്ടാകുവാൻ, ഒട്ടും ജീവന്റെ അംശം പോലും ഇല്ലാതെ, ആത്മീകമായി കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയാതെ, മാനസികമായി തകർത്ത് ശാരീരികമായി ദണ്ഡിപ്പിക്കുന്ന ആ ദുഷ്ടശക്തിയുടെ പിടിയിലമർന്ന ആ സാധു മനുഷ്യനെ തേടി കർത്താവ് അങ്ങോട്ട് പോകുന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ സത്യമല്ലേ? ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനാണ് ഞാൻ വന്നത്. അങ്ങനെ ഈ ലഗ്യോനെ തേടി കർത്താവ് പോയി. അവിടെ നിന്ന് അവന് സൗഖ്യം വരുത്തിയ ശേഷം കർത്താവ് അവിടെ നിന്ന് യാത്രയാകുമ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുക, ഞാനും കൂടെ വരട്ടെ? മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു വേദനിക്കുന്ന ഒരു രംഗം അവിടെയുണ്ട്. കർത്താവ് പറയാം, നീ വരണ്ട, നീ നിന്റെ വീട്ടിലും നീ പാർക്കുന്ന നിന്റെ ദേശത്തും പോയിട്ട് കർത്താവ് നിന്നോട് കരുണ കാണിച്ചതിനെ കുറിച്ച് അവിടെ പ്രസ്താവിക്കണമെന്ന്. അപ്പൊ നമുക്ക് ചിന്തിച്ചു നോക്കിയേ, അവനൊരു വീടുണ്ടെന്നേ, അവനൊരു സ്വന്തം നാടുണ്ടെന്നേ. പക്ഷെ ഇപ്പൊ അവന് വീടില്ല, നാടില്ല, അവൻ ശവക്കല്ലറകളില്ലേ താമസിക്കുന്നത്. എത്ര വേദനാജനകമായ അവസ്ഥയാണ്. അവിടെ കർത്താവ് പറയാ, നീ അവിടെ പോയിട്ട് കർത്താവ് നിനക്ക് എന്താ ചെയ്തേന്ന്, കർത്താവ് നിന്നോട് കരുണ കാണിച്ചതും ഒക്കെ നീ അവിടെ പോയി പറയണം, നീ അവിടെ പോയി പ്രസ്താവിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. ഇതാണ് ജീവന്റെ സമൃദ്ധി അല്ലേ? അവരെ നാട്ടുകാർക്ക് കർത്താവിന് വേണ്ടെങ്കിൽ കർത്താവ് പറയാം, നീ ഇവിടെ നിൽക്കണം, നീ എന്റെ പ്രതിനിധിയായി ഇവിടെ നിൽക്കണം. ശത്രു ചവച്ചു തുപ്പിയതിനെ കർത്താവ് രൂപപ്പെടുത്തിയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശത്രുവിന്റെ കേന്ദ്രത്തിൽ കയറി അവന്റെ സകല പദ്ധതികളെ തച്ചുടയ്ക്കുവാനുള്ള അധികാരം, വാഴ്ചകളെ, അധികാരങ്ങളൊക്കെ ആയുധവർഗം ലഭിച്ച എവിടെയാണെന്നറിയോ? ക്രൂശിലാണ്. വളരെ വേദനയോടെ കർത്താവ് ആ പ്രക്രിയ നിറവേറ്റുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി അവനൊഴുക്കിയ രക്തം കൊണ്ടല്ലേ നമ്മെ ശുദ്ധീകരിച്ചത്. ഇതെന്റെ മകനാണ്, മകളാണ്, ഇവിടെ തൊട്ടുപോകരുതെന്ന് കർത്താവ് പറഞ്ഞ് ഭൂതത്തെ ശാസിക്കുമ്പോൾ, ഇനി ഇവനിൽ പ്രവേശിക്കരുതെന്ന് പറയുമ്പോൾ, ആ പുണ്യാഗ രക്തം കൊണ്ടും ആ ആത്മാവിനെ കൊണ്ട് നമ്മെ നിത്യമായ ഒരു മുദ്ര വെച്ചില്ലേ? നമ്മുടെ മേലെ അവൻ അവകാശമില്ലാതെ ഒളിച്ചും പാത്ത് ശത്രു നമ്മുടെ അടുത്ത് വരുമ്പോഴും കർത്താവ് എന്റെ മകനാണ്, നീ അടുത്തു പോകരുതെന്ന് പറഞ്ഞ് ഓരോ ദിവസവും നമ്മെ സംരക്ഷിച്ചു കൊണ്ടുവരുന്ന കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് ഓർത്തുകൂടെ? കർത്താവ് നമ്മോട് കാണിക്കുന്ന കരുണ എത്ര വലുതാണ്. അതുകൊണ്ടല്ലേ നമ്മൾ നിലനിൽക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണോ, നമ്മുടെ കഴിവ് കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധി കൊണ്ടാണോ? അല്ല, അവന്റെ കരുണ, നമ്മെ വറ്റിപ്പോകാത്ത കരുണ രാപ്പകലില്ലാതെ നമ്മുടെ മേലെ പകർന്നിട്ട് അതിന്റെ ചെറുതടി നമ്മെ മറയ്ക്കുന്ന, അവരുടെ ചെറുതടി നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയല്ലേ ഇത്? ഹല്ലേലൂയ. ആമേ. ഞാൻ വന്നത് ജീവൻ ഉണ്ടാകുവാനാണ്, സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനാണ്. ആ സമൃദ്ധിയിൽ പ്രിയമുള്ളവരെ നമുക്ക് നിലനിൽക്കുവാൻ ഇടയാകട്ടെ. 18 വർഷം കൂനിയായ സ്ത്രീയെ പിശാചി പിടിച്ചു വെച്ചില്ലേ? കർത്താവിന്റെ അടുത്ത് വന്നപ്പോൾ കർത്താവ് സൗഖ്യമാക്കി വിട്ടില്ലേ? കർത്താവിന് സകലവും കഴിയും. അതുകൊണ്ട് മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും കള്ളൻ വരുമ്പോൾ ശാരീരികമായി, മാനസികമായി, ആത്മീകമായി തകർത്തടിച്ച് സുബോധമില്ലാതാക്കി നശിപ്പിച്ച് ഈ ലോകത്തിൽ ഒരു വല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന സാഹചര്യത്തിലല്ലേ നമ്മയും കൂടെ കർത്താവ് കൂട്ടിയത്. അതുകൊണ്ട് നന്ദിയുള്ളവരായി, വിശ്വസ്തരായി നമുക്ക് മുന്നേറാം. ഗോതമ്പും കളയും ഒന്നിച്ചു വളരുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. പക്ഷേ ഗോതമ്പ് അതിന് കതിരു വരും, അത് പ്രയോജനകരമായി തീരും, അത് നല്ലതാണ്, അത് ഫലം കായ്ക്കും. അതിനെ കർത്താവ് ശേഖരിക്കും. കളയെ കെട്ടി തീയിലിടുന്ന ഒരു സുദിനം നമുക്ക് മുമ്പിലുണ്ട്. അത് നമുക്ക് നിലനിൽക്കാൻ കർത്താവിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. കാൽവരിയിൽ കൂടിയുള്ള സമൃദ്ധി അനുഭവിച്ച് വചനവിരുദ്ധമായ എല്ലാ കാര്യത്തെയും എതിർത്തുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ സമൃദ്ധി അനുഭവിച്ച്, ജീവന്റെ സമൃദ്ധി അനുഭവിച്ച് വളരെ ശക്തമായി വിശുദ്ധിയോടെ മുന്നേറുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ ഇഷ്ടവും നമുക്ക് ധാരാളം അനുഭവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാണ്. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല
ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ. അങ്ങേ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും, അങ്ങേ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂമി